മുൻ ആരോഗ്യമന്ത്രിയുടെ ശ്രീ വി എസ് ശിവകുമാർ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ വി എസ് ശിവകുമാർ, വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഈ ഡോക്ടർ ഉന്നയിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയോ പതിനായിരക്കണക്കിന് പേരുടെ ഒരു ആശ്രയ സ്ഥാപനമാണ്. മറ്റൊരു വഴിയുമില്ലാതെ ജീവിതം മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ രോഗങ്ങളെ മറികടക്കാൻ ആളുകൾ അഭയം തേടി എത്തുന്ന സ്ഥലമാണ്. അവിടുത്തെ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാട്ടിയ ഡോക്ടർക്ക് അവസാനം മന്ത്രിയുടെ PS പറയുമ്പോൾ ആ പോസ്റ്റ് പിൻവലിച്ചിട്ട് മിണ്ടാതിരിക്കേണ്ടി വരികയാണ്. അദ്ദേഹം മിണ്ടാതിരിക്കുന്നില്ല, അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇത് യാഥാർത്ഥ്യങ്ങൾ തന്നെയല്ലേ ഈ പുറത്തു വന്നിരിക്കുന്നത്? അല്ലെ, സ്വാഭാവികമായും ഈ വകുപ്പിന്റെ മേധാവി ആയിട്ടുള്ള ഡോക്ടർ ഇത്തരത്തിലൊരു സാഹചര്യം ഫേസ്ബുക്കിലൂടെ പുറത്തു പറഞ്ഞത് ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണം നിർവഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അത് ഒരു പ്രാവശ്യമല്ല പലപ്പോഴും ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ആയിരിക്കും അദ്ദേഹം ഈ കാര്യങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞത്. അപ്പൊ അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ അവിടെ എത്തുന്ന രോഗികൾക്ക് ചികിത്സ ലഭ്യമാകാതെ വരുന്നു എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു കാര്യമല്ലേ. സാധാരണ നമ്മുടെ സമൂഹത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഏറ്റവും അവസാനത്തെ ആശ്രയമാണ് മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്നത്. അപ്പൊ മെഡിക്കൽ കോളേജുകൾ വരുന്ന ആളുകൾക്ക് സമയബന്ധിതമായി അവർക്ക് ചികിത്സ നൽകണം. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലൊക്കെ സംഭവിക്കുന്നത് അവിടെ പല ഇതിപ്പോ ഒരാൾ പറഞ്ഞു, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അതിനകത്ത് എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതിനെ കുറിച്ച്. പക്ഷെ മനസ്സിലാക്കുന്നത് അവിടെ എത്തിയ രോഗികളെ ചികിത്സിക്കാൻ കഴിയുന്നില്ല. അതിന്റെ പേരിലുള്ള ദുഃഖിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് ഇങ്ങനെ ആണെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറയണമെങ്കിൽ എത്രത്തോളം മനമെടുത്തിട്ടാണ് ഈ ആത്മാർത്ഥ ഉള്ള ഒരു ഡോക്ടർ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, ശ്രീ ശിവകുമാർ, അങ്ങും ആരോഗ്യമന്ത്രി ആയിട്ടിരുന്നിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഒരാൾ തുറന്നു പറയുമ്പോൾ പെട്ടെന്ന് വിളിച്ച് ഈ പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് സത്യങ്ങളല്ലാതാവോ, അല്ലെങ്കിൽ അവിടുത്തെ പ്രതിസന്ധികൾ തീരുമോ? ഇങ്ങനെ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഡോക്ടർ ഉന്നയിച്ച കാര്യങ്ങളിൽ ഗൗരവമുണ്ടോ, അത് നമുക്ക് വേണ്ട രീതിയിൽ പരിശോധിക്കാമെന്നൊക്കെ ഉള്ളൊരു പ്രതികരണമാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി നമുക്ക് അതിനെ സ്വീകരിക്കാമായിരുന്നു. ഇത് പെട്ടെന്ന് വിളിച്ച് പോസ്റ്റ് പിൻവലിക്കാൻ പറയുക എന്തോ ഗുരുതരമായൊരു ചട്ടങ്ങളൊക്കെ നോക്കിയല്ല, അല്ലെങ്കിൽ അച്ചടക്ക ലംഘനം എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമായിരിക്കും, എനിക്കറിയില്ല നിയമപ്രകാരം. പക്ഷേ അദ്ദേഹം പറഞ്ഞത് വളരെ സാധാരണക്കാരായ മനുഷ്യർ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചല്ലേ? തീർച്ചയായിട്ടും പോസ്റ്റ് പിൻവലിക്കണം എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഇത് യാഥാർത്ഥ്യമാണോ എന്ന് അന്വേഷിച്ചിട്ട് അതിലേക്ക് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കേണ്ടതല്ലേ. ആശുപത്രിയിൽ പോകുന്നത് ആളുകൾ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി പോകുന്നതല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടോ എന്നാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മന്ത്രിയോ അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിച്ചിട്ട് അത്തരത്തിലൊരു എക്യുപ്മെന്റ് ഇല്ല, ഓപ്പറേഷൻ ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള മറ്റു സംവിധാനങ്ങളില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അടിയന്തരമായിട്ട് അത് ചെയ്തു കൊടുക്കുക. ഉദ്യോഗസ്ഥൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പിന്നത്തെ കാര്യം. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കൊണ്ട് അദ്ദേഹം ഇത് ചെയ്തു. പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണോ? അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടുന്ന നടപടികളാണ് എടുക്കേണ്ടത്. എക്യുപ്മെന്റ് വാങ്ങി കൊടുക്കണം, മരുന്നില്ലെങ്കിൽ മരുന്ന് വാങ്ങി കൊടുക്കണം, ഓപ്പറേഷൻ ചെയ്യാനുള്ള മറ്റു സാധനങ്ങളില്ല എങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അത് ചെയ്യുന്നതിന് പകരം പോസ്റ്റ് എന്നതിനകത്ത് എന്ത് യുക്തിയാണുള്ളത് എനിക്ക് മനസ്സിലാകത്തില്ല. ശരിയാണ്, വേണ്ട രീതിയിലുള്ള ഇടപെടൽ ആണ് വേണ്ടത്. പകരം ഒരു പോസ്റ്റ് പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ടല്ല. വളരെ നന്ദി ശ്രീ ശിവകുമാർ പ്രതികരണം അറിയിച്ചതിന്.